നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൊതുവെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫോൾഡറുകളിൽ ഒത്തിരി ഫയലുകളുണ്ടാവും. അത് പാട്ടുകളായിട്ടും അല്ലെങ്കിൽ വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും പല ഫയലുകളായിട്ട് പല സ്ഥലത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഫയലുകൾ പെട്ടെന്ന് നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു പോംവഴി എന്ന നിലയിൽ ഒരു വേർഡ് എക്സൽ വെച്ച് നമുക്കെല്ലാം ഒരൊറ്റ ഫയലിനുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ വേർഡ് എക്സൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ഹെഡ്ലൈൻ കൊടുക്കണം. അപ്പോൾ ഹെഡ്ലൈൻ ഞാൻ ജസ്റ്റ് ഒരു മൈ ഫയൽ എന്ന് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഫോണ്ട് അല്ലെങ്കിൽ ഇത് വലിപ്പവും കൊടുക്കാം, കളറും മാറ്റി കൊടുക്കാം. ഇനി ഒരു കോളം നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അതിൽ പേര് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് കൊടുത്താൽ മതി. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പേര് കൊടുക്കാം. അത് റീനെയിം കൂടെ ചെയ്താൽ മതി. ഇനി അതിൻ്റെ പേര് മാറ്റിയിട്ട് നമുക്ക് വീഡിയോ ആണോ അല്ലെങ്കിൽ ഫോട്ടോ ആണോ എന്താണെന്ന് വെച്ചാൽ അതിൽ പേരും കൊടുക്കണം. അതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പല ഏത് ഫോൾഡറിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ഫയലുകളാണ് അതിനനുസരിച്ച് നമുക്ക് പല കോളംസ് ഉണ്ടാക്കിയിട്ട് അതിൽ പേര് കൊടുത്തുവച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ 3 കോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3 വ്യത്യസ്ത പേരുകളിലുള്ള കോളംസ് ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ലിങ്കാണ്. ഇതിനകത്താണ് നമ്മളിനി ഫയലുകൾ ചേർക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ഇഷ്ടമുള്ള ഏത് ഫയലാണ് വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തു. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. ആ വീഡിയോ ആണെങ്കിൽ വീഡിയോൻ്റെ പേരെന്താണ്, നമുക്ക് എപ്പോഴും സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന തരത്തിലുള്ളൊരു പേര് അതിൽ കൊടുക്കണം. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പേരുകളാണ് കൊടുക്കേണ്ടത്. അതിൽ അടുത്ത കോളം സെലക്ട് ചെയ്തു, വീണ്ടും അതേപോലെ തന്നെ ഇൻസെർട്ട് ചെയ്തു, ലിങ്ക് എടുത്തു, അതിൽ ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ വലിപ്പം നമുക്ക്
സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാണാനും പെട്ടെന്ന് പറ്റും. ഇതിൽ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് അതിലുള്ള ഫയലും ഇതിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഹാർഡ് ഡിസ്ക് അതിൽ കണക്റ്റഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ രണ്ടിലുമായിട്ട് ഒന്നിൽ വീഡിയോയിലും മറ്റൊന്നിൽ ഫോട്ടോസുമായിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കിയാൽ ഇതാണ് ആ ഫോൾഡറിലുള്ള ഫോട്ടോസാണിത്. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഒരു മെസ്സേജ് വരും. അത് യാസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് PDF ഫയലിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ PDF ഫയലാണ് ഓപ്പൺ ആയിട്ടുണ്ട്, ക്രിയേറ്റ് ആയി. ഇതാണല്ലോ. ഇനി എവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീഡിയോയിലേക്ക് പോകുന്നതാണ്. വീഡിയോ ആണെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ നേരെ ഫോട്ടോ. വേറെ ഒരു മെസ്സേജസ് ഒന്നും വരില്ല. നേരെ ആ ഫയലിലേക്ക് പോകും. അതും 1 ക്ലിക്ക് മാത്രമേ ആവശ്യമുള്ളൂ ഇതിന്.